ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലുണ്ടായിരുന്നത് 1.5 കിലോ സ്വർണമെന്ന വിജിലൻസ് ഹൈക്കോടതിയിൽ തിരിച്ചെത്തിച്ച വ്യാജപ്പാളിയിൽ പൂശിയത് വെറും 394 ഗ്രാം സ്വർണമാണെന്നും വിജിലൻസിന്റെ കണ്ടെത്തൽ. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം പ്രസിഡന്റിന് അയച്ച മെയിൽ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദ്വാരപാലക ശില്പത്തിന്റെ വിവരം തേടി പോറ്റി പത്മകുമാറിന് മെയിൽ അയച്ചിരുന്നു. ഇമെയിൽ അയച്ച് 1 മാസത്തിന് ശേഷം പോറ്റിക്ക് ശില്പം കൈമാറി. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത, വീണ്ടും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ? ഈ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ പലവിധമുണ്ട്. അതിലൊന്ന് സ്വർണം കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. അതിലെന്തായാലും ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ആ ഒരു നിർദ്ദേശം പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു അന്വേഷണം വരുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും വിജിലൻസ് റിപ്പോർട്ടിലുള്ള ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ഒന്ന്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചിട്ടുള്ള ഒരു മെയിൽ അതൊരു ഗൂഢാലോചനയ്ക്കുള്ള ശ്രമമായിരുന്നോ, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായിരുന്നോ എന്നുള്ള സംശയം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ മെയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന് അയച്ചതിന് ശേഷം ഏതാണ്ട് 1 മാസം കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കണ്ടെത്തലായി വിജിലൻസ് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം സ്വർണം പോയി എന്നറിഞ്ഞിട്ട് കൂടി അല്ലെങ്കിൽ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ട് കൂടി അന്നത്തെ ദേവസ്വം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ട കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഈ വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിൽ അയാൾക്ക് ഒത്താശ ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ വിജിലൻസ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കവർച്ച എന്ന ജനം TV വാർത്ത വിജിലൻസ് റിപ്പോർട്ട് ശരിവെക്കുമ്പോഴും അതിൽ അളവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് അമാൽഗമേഷൻ വിദഗ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചനയിൽ അവരുടെ പങ്ക് വരെ സംശയിക്കാവുന്ന സാഹചര്യം വരെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്, വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ്. ഇപ്പോഴും പക്ഷേ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾക്ക് പലരും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ വിശദമായ അന്വേഷണം വേണ്ടി വരുമെന്നുള്ള വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതി ഈ അന്വേഷണം കൃത്യമായി നടത്താൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശബരിമല അയ്യപ്പന് അത്രയധികം സ്വത്തുകൾ ഉണ്ടെന്ന് കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കാരണം ഭക്തർ അവിടെ സമർപ്പിക്കുന്ന പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ അളവ് പലപ്പോഴും ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ വിജയമല്ലിയാണെങ്കിൽ ശരി 30 കിലോയിലധികം സ്വർണം ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി 99 കാലത്ത് നൽകി എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ശബരിമലയിലേക്ക് വരുന്ന ഇത്രയധികം അളവറ്റ സ്വത്തുകൾ അവിടെ ഉണ്ടായിട്ടും ഇതിൽ പലതും നഷ്ടമായിട്ടും കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല, കൃത്യമായ റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനാസ്ഥതകളുടെയും ഉദാസീനതകളുടെയും ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണമെന്ന് ആവർത്തിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പരമമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകേണ്ട ആൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെ ഈ സ്വർണ്ണക്കവർച്ച നടക്കുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് മെയിലടക്കം അയച്ച് അതിൽ പിന്നീട് ആ സ്വർണം അതേ ആൾക്ക് തന്നെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് അന്നത്തെ ഈ വിജിലൻസ് റിപ്പോർട്ടിലൂടെ എന്നുള്ള കാര്യവും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. വിഷ്ണു, ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.